നമസ്കാരം. കൃഷ്ണാര്യമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിച്ചു. ഗുരുവായൂരപ്പൻ്റെ പാദ നമസ്കാരം ചെയ്തുകൊണ്ട് കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഇന്നലെ നമ്മൾ ദീപാവലിയുടെ വിശേഷങ്ങളൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നാളെയാണ് ദീപാവലി എങ്കിലും നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ ദീപാവലിയുടെ വിശേഷങ്ങളൊക്കെ, അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൽ ഇന്ന് കുറച്ച് കഥകൾ, അല്ലെങ്കിൽ ഒരു കഥ, കുറച്ച് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ. ഇന്നലെ ദീപാവലിയുടെ വിശേഷങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു ചോദ്യവും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ചോദ്യം എല്ലാം കൂടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ചോദ്യം നോക്കാം കേട്ടോ. വെള്ളിമുഴ എന്നൊരു വഴിപാട് ഗുരുവായൂരപ്പനുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീഘു വാവ എന്നാണ് ID കാണുന്നത്. വെള്ളിമുഴ എന്ന് പറഞ്ഞാൽ അവിടെ ആൾരൂപം വഴിപാട് വയ്ക്കുന്നിടത്ത് മുഴ എടുത്ത് വയ്ക്കലും കൂടി ഉണ്ട്. അത് വെള്ളി കൊണ്ടുള്ള മുഴയുടെ രൂപം ഉണ്ടാവാറുണ്ട് അവിടെ. അതാണ് ഈ മുഴ എടുത്തു വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച ആളുകളാണ് കേട്ടോ. അതായത് എവിടെയെങ്കിലുമൊക്കെ മുഴ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് വെള്ളിമുഴ അല്ലെങ്കിൽ മുഴ എടുത്തു വയ്ക്കാറുള്ളത്. അതവിടെ ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് അബ്ദുല്ലാണ് ചോദിച്ചിരിക്കുന്നത്. ഭഗവാന്റെ മുഖം മറന്നു പോകുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം അനേകം വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും, അതായത് ചന്ദനം ചാർത്തിയ രൂപം കണ്ടിട്ടുണ്ടെങ്കിലും പിന്നീട് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അതുലിൻ്റെ ആ ഒരു പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അതിന് നമ്മൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. പിന്നെ അത് കുറേ തവണ കണ്ട് ശീലിച്ചാൽ തന്നെയാവും നമുക്കത് ഓർത്തു വയ്ക്കാൻ സാധിക്കുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം എന്തായാലും വേണം, എന്നാൽ തന്നെ നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഗുരുവായൂരപ്പനോട് തന്നെ പറയണം, ഭഗവാനെ എനിക്ക് ഈ രൂപം മറക്കാതെ എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണേ എന്ന്. ഞാൻ എപ്പോഴും ആളുകളുടെ മുഖം മറന്നു പോകുന്നതാണ് കേട്ടോ. എൻ്റെ ഒരു വലിയ പ്രശ്നമാണ്, ആളുകളുടെ മുഖം മറന്നു പോകും. ഒരാഴ്ച കണ്ണാടി നോക്കാതിരുന്നാൽ ഞാൻ എന്നെ തന്നെ മറന്നു പോകും എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഓർത്ത് വയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പഴനിയിൽ പോയപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ട ആ ഒരു തിരുമുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ഞാൻ ശബരിമല അയ്യപ്പസ്വാമിയെ കണ്ടിരിക്കുന്നത്, അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതേപോലെ തന്നെ തിരുപ്പതി ഭഗവാനെ ഓർമ്മയുണ്ട്, മൂകാംബിക അമ്മയെ ഓർമ്മയുണ്ട്, ഉടുപ്പി കൃഷ്ണനെ ഓർമ്മയുണ്ട്, പത്മനാഭസ്വാമിയെ ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതെനിക്കൊരു അത്ഭുതമായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധ്യമാവുന്നതാണ് എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് അതിലെന്തായാലും ഇനി വരുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് വരൂ, എനിക്ക് മറന്നു പോവാതെ ഈ രൂപം ഉൾക്കൊള്ളാൻ സാധിക്കണേ എന്ന് തീർച്ചയായിട്ടും പറ്റും കേട്ടോ. അടുത്തതായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അതിന് തോന്നരുത് കേട്ടോ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മറന്നു പോകണമെന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഇത് ഓർത്ത് വെക്കണം എന്നുള്ളത് നമ്മുടെ ഒരു മോഹമായിട്ട് നമ്മുടെ മനസ്സിലുണ്ട് എന്നറിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ എന്തായാലും അങ്ങനെ ഓർത്ത് വെച്ചോട്ടെ അവൻ എന്ന് വിചാരിക്കും. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് വെണ്ണ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? ചെറിയ മൺകുടത്തിലാണോ? ഗുരുവായൂർ നടയിൽ നിന്നും വെണ്ണ കിട്ടുമോ എന്നാണ് പ്രീത KP എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂർ നടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, എന്നാൽ മൺകുടത്തിൽ വെണ്ണ കൊടുക്കുന്നൊരു സമ്പ്രദായം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്തുകൂടാ എന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് അങ്ങനെയാണ് മോഹമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവിടെ സാധാരണയായിട്ട് ഭക്തജനങ്ങൾ വെണ്ണ ഷീട്ടാക്കാറാണ് പതിവ്. ഷീട്ടാക്കുന്ന വെണ്ണയാണ് നാലമ്പലത്തിനകത്ത് ഗുരുവായൂരപ്പന് നേദിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ പല ആൾക്കാരുടെയും സംശയം, നമ്മൾ വെണ്ണ ഷീട്ടാക്കി നമുക്ക് അപ്പം തന്നെ അപ്പുറത്തെ പ്രസാദ കൗണ്ടറിൽ കിട്ടുന്നു. അതെങ്ങനെ കിട്ടുന്നു? നമ്മൾ ഷീട്ടാക്കിയാൽ അത് അവിടെ സമർപ്പിക്കാൻ സമയമെടുക്കില്ലേ എന്ന്. അങ്ങനെയല്ല, നമ്മളുടെ വകയായിട്ടും കൂടി എന്നും ഗുരുവായൂരപ്പന് വെണ്ണ നിവേദ്യം ഉണ്ട്. നമ്മുടെ വകയായിട്ടും കൂടി ആ വെണ്ണ നിവേദ്യം സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷീട്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഗുരുവായൂരപ്പന് നേദിച്ച വെണ്ണയാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്ന് കരുതി നമ്മൾ വെണ്ണ വാങ്ങി വെക്കേണ്ടതെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അകത്ത് നേദിക്കാൻ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷീട്ടാക്കിയാലേ സാധിക്കുള്ളൂ. 20 രൂപയായിരുന്നു കേട്ടോ വെണ്ണ ഷീട്ടാക്കാൻ. കൂടിയിട്ടുണ്ടോ എന്ന് നോക്കാം ഞാൻ. അടുത്തതായിട്ട് ഗീതാ കൃഷ്ണൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് പോയി തൊഴുതാലോ എന്ന് സവിത പറയുന്നത്. ഓരോ സ്ഥലത്തിൽ തൊഴുന്നത്
അതൊക്കെ കേൾക്കാൻ വളരെ രസമാണ്. ശരിക്കും സവിതയുടെ കൂടെ നാലമ്പലത്തിൽ തൊഴുന്നതും ഗണപതിയെ തൊഴുന്നതും അങ്ങനെ ഓരോ ഭാഗത്ത് തൊഴുന്നതും വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ ഒന്നുകൂടി പറയണേ അടുത്ത എപ്പിസോഡിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പറയാട്ടോ. ഗീത ചേച്ചി മാത്രമല്ല, എനിക്ക് വാട്സപ്പിലൂടെ കുറേ പേര് അങ്ങനെ മെസ്സേജ് അയച്ചു കേട്ടോ, സവിത നമുക്ക് ഒന്നുകൂടെ പോയി തൊഴാം, എന്താണ് കുട്ടി അങ്ങനെ പറയാത്തത് എന്ന്. വീഡിയോയിൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ അതുകൊണ്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ നീലാംബരിയിലോ നിർമ്മാല്യത്തിലോ അത് കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ സാധ്യമാണോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും. അടുത്തതായിട്ട് ശ്യാമള കെ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നാലമ്പലത്തിലെ സരസ്വതി അറയിൽ 2 ഫോട്ടോ കണ്ടിരുന്നു. സരസ്വതിയുടെ അല്ലാത്ത ഫോട്ടോ, രണ്ടാമത്തെ ഫോട്ടോ ആരുടെയാണെന്ന്. അത് ഭഗവതി സരസ്വതി ദേവി എന്നെ അനുഗ്രഹിച്ചതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നെ മാത്രമല്ല കേട്ടോ, അനേകം പേർക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ അനുഗ്രഹിച്ചതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ പഴയ സരസ്വതിയുടെ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടായിരുന്നു പുതിയ സരസ്വതി ദേവിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പഴയ സരസ്വതി ദേവിയെ നോക്കിയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സരസ്വതി ദേവിയാണ് ഗുരുവായൂരമ്പലത്തിലെ സരസ്വതി ദേവി. എന്തൊരു സുന്ദരിയാണ് കാണാൻ, തൊഴുതാലും മതിയാവാത്ത രൂപമാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഇത്തവണത്തെ ആ ഒരു വിദ്യാരംഭം കഴിഞ്ഞതിന് ശേഷം പുതിയ സരസ്വതി ദേവിയുടെ ഫോട്ടോ ആക്കി മാറ്റിയിരുന്നു. പഴയ സരസ്വതി ദേവിയുടെ ഫോട്ടോ അവിടെ കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. ഞാൻ സരസ്വതി ദേവിയോടും ശ്രീ ഗുരുവായൂരപ്പനോടും ഒരുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മറ്റേ ഫോട്ടോ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷമായേനെ. ഇപ്പോൾ 2 സരസ്വതി ദേവിയുടെ ഫോട്ടോ തന്നെയാണ് കേട്ടോ. പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും സന്തോഷമായി എന്ന് തന്നെ സരസ്വതി ദേവിയോടും ഗുരുവായൂരപ്പനോടും പറയുന്നു. അടുത്തതായിട്ട് ശൈല വിപിൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. പടിഞ്ഞാറേ നടയിൽ കൂടി ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും നമുക്ക് കിഴക്കേ ഗോപുര നടയിലൂടെ കടക്കുന്നതാണ്, മെയിൻ എൻട്രൻസിലൂടെ കടക്കുന്നതാണ്. നമ്മൾ ക്യൂ സംവിധാനത്തിലൂടെ വരുമ്പോൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ കടക്കുന്ന വരി എന്ന് പറയുന്നത് കിഴക്കേ ഗോപുര നടയിലൂടെയാണ്. ഇതിൻ്റെ നേരെ പിൻവശത്തായിട്ട് പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ ചുറ്റമ്പലത്തിലേക്ക് മാത്രമായിട്ട് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭഗവതിക്കെട്ട് വഴിയും നമുക്ക് ചുറ്റമ്പലത്തിലേക്ക് മാത്രമായിട്ട് പ്രവേശിക്കാൻ സാധിക്കും കേട്ടോ. അതിലൂടെ പോയാൽ നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഉള്ളമ്പലത്തിനകത്തേക്ക് തൊഴാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ. സാധിക്കില്ല എന്നല്ല, നെയ്വിളക്ക് ചീട്ടാക്കുന്ന ആളുകൾക്ക് അങ്ങനെ കടക്കാൻ പറ്റും. സ്പെഷ്യൽ ക്യൂ സംവിധാനത്തിലൂടെ കടക്കുന്നവരൊക്കെ അങ്ങനെയാണ് കിടക്കുക. അതായത് നെയ്വിളക്ക് ചീട്ടാക്കിയിട്ട് സ്റ്റാഫിൻ്റെ വരിയിലുള്ള ആൾക്കാർ, പ്രാദേശികക്കാർ ഒക്കെ പടിഞ്ഞാറേ ഗോപുരം വഴിയോ അതല്ലെങ്കിൽ ഭഗവതിക്കേട്ട് വഴിയോ ആണ് അകത്തേക്ക് പ്രവേശിക്കാറുള്ളത് കേട്ടോ. അടുത്തതായിട്ട് പേര് മനസ്സിലാവുന്നില്ല കേട്ടോ. ഒറ്റയടി പ്രദക്ഷിണം നട തുറന്നിരിക്കുമ്പോൾ ചെയ്യണം എന്നല്ലേ പറഞ്ഞത്, അതിനെപ്പറ്റി വിശദമായി ഒന്നുകൂടെ പറയുമോ എന്ന്. വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ, ഒറ്റയടി പ്രദക്ഷിണം ഭഗവാൻ ഊണ് കഴിക്കുന്ന സമയത്ത് പ്രദക്ഷിണം വയ്ക്കൽ പതിവില്ല സാധാരണ. അതായത് നിവേദ്യ സമയങ്ങൾ ഒഴിവാക്കിയിട്ടാണ് അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, സാധാരണ പ്രദക്ഷിണം ഒക്കെ വയ്ക്കുന്നത് ഭഗവാൻ ഊണ് കഴിക്കുന്ന സമയം മാറ്റി നിർത്തിയിട്ടാണ്. അപ്പോൾ അതാണ് നിവേദ്യ സമയങ്ങൾ, അടച്ചിരിക്കുന്ന സമയങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നത്. നിവേദ്യ സമയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, പന്തിരടി പൂജയുടെ നിവേദ്യമാവുന്നത് ഏകദേശം 8 മണിയാണ് രാവിലെ, ഉദയാസ്തമന പൂജ ഇല്ലാത്ത സമയത്ത്. അതല്ലാതെ ഉച്ചപൂജയുടെ നിവേദ്യമാവുന്നത് 11:30 മണിക്കാണ്. അതുപോലെ തന്നെ അത്താഴ പൂജയുടെ നിവേദ്യമാവുന്നത് 7:30 മണിക്കാണ്. നിവേദ്യമായി എന്നുള്ള അനൗൺസ്മെൻ്റ് ഉണ്ടാവും. അതിനുശേഷം 20 മിനിറ്റ് കഴിഞ്ഞാൽ പൂജയ്ക്ക് അടയ്ക്കും. അപ്പോൾ ഒരു നിവേദ്യത്തിൻ്റെ സമയം വരുന്നത് വെറും 20 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ ഈ 20 മിനിറ്റുകൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നല്ലത്. ദേവസ്വം ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും വെച്ചിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഭക്തജനങ്ങൾ ഔചിത്യപൂർവ്വം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അവിടെ വെച്ചതാണ്, അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അടുത്തതായിട്ട് അശ്വതി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. തൃപ്പുക നെയ്യ് കൊടുക്കുന്നത് എപ്പോഴാണ് എന്നാണ് കേട്ടോ. എവിടെ നിന്നാണ് കിട്ടുക എന്ന്. അത്താഴപൂജയ്ക്ക് ശേഷം, വിളക്കെഴുന്നള്ളിപ്പിന് ശേഷമാണ് തൃപ്പുക നടക്കുന്നത്. ഏകദേശം 10 മണിക്ക് ശേഷമാണ്, രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ തൃപ്പുക നടത്തുന്നത്. അപ്പോൾ തൃപ്പുകയ്ക്ക് ശേഷമാണ് നമുക്ക് തൃപ്പുകയുടെ നെയ്യ് കിട്ടുക. അത് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, ആ ഏരിയയിൽ തന്നെ വരിയിൽ നിൽക്കുന്നുണ്ടാവും ആൾക്കാർ തൃപ്പുകയുടെ നെയ്യ് കിട്ടാൻ. ആദ്യമൊക്കെ എല്ലാവർക്കും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും കയ്യിൽ ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുമായിരുന്നു. ഇനി തൃപ്പുകയുടെ നെയ്യ് എന്താണെന്നറിയോ? ശ്രീലകത്ത് ഗുരുവായൂരപ്പന് ഓരോ പൂജയ്ക്കും കൊടിവിളക്കിൽ ദീപം കാണിക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ആ ദീപത്തിലെ നെയ്യാണ്
നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു കൊടിവിളക്കിൽ നെയ്യ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വരും? ഏകദേശം ഒരു 2 വലിയ ടീസ്പൂണിന് അത്രയും മാക്സിമം വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു തിരിയിൽ ആക്കിയിട്ട് ആ തിരി കൊണ്ട് ഉറ്റിച്ച് തരികയാണ് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രോപ്പ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ആദ്യം അവിടെ നിൽക്കുന്ന വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ നവമാധ്യമങ്ങളിലൂടെ കൂടുതൽ ആളുകൾക്ക് അറിയാം ത്രിപുക നെയ്യ് കിട്ടുമെന്ന്. അപ്പോൾ അവിടെ അടിയായി, തിരക്കായി, ബഹളമായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊരു ക്യൂ സംവിധാനമാക്കിയിട്ടുണ്ട്. ചെറിയൊരു ക്യൂ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ത്രിപുകയുടെ നെയ്യ് കിട്ടാനായിട്ട്. അപ്പോൾ അതാണ് ആ സമയം എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ ഏകാദശി വിളക്ക് വരികയാണ്. അപ്പോൾ ഏകാദശി വിളക്ക് വരുമ്പോൾ വിളക്കെഴുന്നള്ളിപ്പ് വളരെയധികം നീണ്ടുപോകും, കുറേ സമയമാവും. സാധാരണ 9:15 കഴിഞ്ഞാൽ ആ വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങും. 9:30 തുടങ്ങും. 10:30 മണിയാകുമ്പോഴേക്കൊക്കെ എല്ലാം കഴിഞ്ഞ് തൃപ്പുകയൊക്കെ കഴിഞ്ഞ് നടയടക്കലൊക്കെ കഴിയും. ആ സമയത്ത് നമുക്ക് നെയ്യ് കിട്ടും. എന്നാൽ ഏകാദശിയുടെ ചുറ്റുവിളക്ക് വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ വളരെയധികം നേരം മേളം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് തൃപ്പുകയുടെ നെയ്യ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ സമയവ്യത്യാസം വന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിക്കേണ്ട. വിളക്കെഴുന്നള്ളിപ്പിനനുസരിച്ചാണ് മാറ്റം വരുന്നത്. അത് ഏകാദശി കാലത്ത് മാത്രമേ വരുള്ളൂ കേട്ടോ. ശ്രീലത കെ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, വെണ്ണ ഒരു ദിവസത്തേക്കായിട്ട് ഷീട്ടാക്കാൻ പറ്റുമെന്ന്. പറ്റും കേട്ടോ. പാലഭിഷേകം അതുപോലെ വെറ്റിലടക്കയൊക്കെയാണ് ഒന്നിച്ച് ഷീട്ടാക്കണം എന്നുള്ളത്. വെണ്ണയൊക്കെ നമുക്ക് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ഷീട്ടാക്കാൻ സാധ്യമാണ്. മോളി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, ദാമോദരാഷ്ടകം നാരായണീയത്തിൽ ഏത് ദശകമാണ് വായിക്കേണ്ടത്? അതുപോലെ ദാമോദരലീല ഉള്ള ഫോട്ടോ എൻ്റെ കയ്യിലില്ല, ആരതി ഒഴിഞ്ഞാൽ മതിയോ? അങ്ങനെ ദാമോദര ലീലയ്ക്ക് മാത്രമാണ് ആരതി ഒഴിയേണ്ടതെന്നില്ല. നമ്മുടെ ഉണ്ണികൃഷ്ണനെ ദാമോദരനായിട്ട് സങ്കല്പിച്ച് ആരതി ഒഴിയാവുന്നതാണ്. നാരായണീയത്തിലെ 47, 48 ദശകങ്ങളാണ് ഉല്ലൂകലബന്ധനം, നളഗോപുരം, മണിഗ്രീവന്മാരുടെ മോക്ഷപ്രാപ്തി എന്നുള്ള 2 ഭാഗങ്ങൾ വരുന്നത് കേട്ടോ. അത് രണ്ടും കൂടെ വായിച്ചാലാണ് പൂർത്തിയായിട്ട് വായിക്കാൻ പറ്റുക. അപ്പം അത് ചൊല്ലിയിട്ട് അങ്ങനെ ആരതി എടുത്താലും മതി. നമുക്ക് ദാമോദരാഷ്ടകം അറിയില്ലെങ്കിൽ നാരായണീയത്തിലെ 47, 48 ദശകങ്ങൾ ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് ദേവകി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഇന്നലെ തൊഴാൻ വന്നപ്പോൾ തീർത്ഥവും ചന്ദനവും ലഭിച്ചെടുത്ത് നിന്ന് നെയ്യ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അല്പം എടുത്ത് സേവിച്ചു. ഇത് ഭഗവാൻ അഭിഷേകം ചെയ്ത നെയ്യല്ലേ? അവിടെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ നെയ്യ് ലഭിക്കാറുണ്ട്. നെയ്യ് സേവിച്ചാൽ വളരെ സന്തോഷമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെയ്യല്ല കേട്ടോ, ആടിയ എണ്ണയാണത്. ഇതാണ് ആടിയ എണ്ണയായിട്ട് നമുക്ക് വാങ്ങിക്കാനും കിട്ടുന്നത്. ശ്രീ ഗുരുവായൂരപ്പന് എല്ലാ ദിവസവും എണ്ണാഭിഷേകമുണ്ട്. ഭഗവാന്റെ ആ സ്നാനം ചെയ്യൽ എണ്ണയോട് കൂടിയിട്ട്, വാഗപ്പൊടി അതിന് ശേഷമാണ് എണ്ണാഭിഷേകം. വാഗച്ചാർത്ത്, അതായത് ഭഗവാന്റെ നിർമ്മാല്യം എന്ന് പറയുന്നത് തലേ ദിവസത്തെ അലങ്കാരങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പനെ എണ്ണാഭിഷേകമുണ്ട്. അതിനുശേഷം വാഗപ്പൊടിയുണ്ട്. ഭഗവാന്റെ ആ ഒരു നമ്മൾ എണ്ണയും സോപ്പും ഉപയോഗിക്കില്ലേ, അതേപോലെയാണ് ഗുരുവായൂരപ്പന് എണ്ണയും വാഗപ്പൊടിയും ചേർത്താണ് കുളിയുള്ളത്. കുളി എന്ന് പറയാൻ പാടില്ല എന്നൊരു ഭക്തൻ പറഞ്ഞിരുന്നു. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ പറയണേ. അപ്പോൾ ആ എണ്ണാഭിഷേകത്തിൻ്റെ ആണ് നമുക്ക് കിട്ടുന്ന ആ എണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്ന, അതായത് രാവിലെ 5 മണി ആ സമയത്താട്ടോ നമുക്ക് ആടിയ എണ്ണ പ്രസാദമായിട്ട് കിട്ടുക അവിടെ. ആ സമയത്ത് കിട്ടുന്ന തീർത്ഥത്തിനും പ്രത്യേകത ഉണ്ട് കേട്ടോ. വാഗപ്പൊടിയും എണ്ണയും ഒക്കെ ചേർത്തതാണ് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന തീർത്ഥം. അതിനും വല്ലാത്തൊരു എന്താ പറയുക, മനസ്സിന് സന്തോഷം തരാൻ പാകത്തിനുള്ളതാണ് ആ ഒരു സമയത്തെ ആ തീർത്ഥം സേവിക്കുന്നതും കേട്ടോ. അതുപോലെ തന്നെ ബിനു സന്തോഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഭഗവാന്റെ വാഗച്ചാർത്ത് എപ്പോഴാണ് എന്ന്. ഭഗവാന്റെ വാഗച്ചാർത്ത് രാവിലെ 3:15 വരെയാണ് നിർമ്മാല്യം ഉണ്ടാവുക. അതിനുശേഷമാണ് വാഗച്ചാർത്ത് വരിക. 3:20, 3:25 ഉള്ളിൽ തന്നെ വാഗച്ചാർത്തും എണ്ണാഭിഷേകവും ഒക്കെ ആവും കേട്ടോ. അപ്പോൾ എപ്പോഴാണ് വരിയിൽ നിൽക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് നേരത്തെ തന്നെ വരിയിൽ നിൽക്കണം. അതായത് നിർമ്മാല്യത്തിന് ആളുകൾ നിൽക്കുന്ന ആ ക്യൂ സംവിധാനം ഉണ്ടല്ലോ, അപ്പം തന്നെ നമ്മളും നിൽക്കണം. എന്നാലേ നമുക്ക് എണ്ണാഭിഷേകമോ വാഗച്ചാർത്തോ ഒക്കെ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. വളരെ കുറച്ച് സമയം ഇതൊക്കെ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അടുത്തതായിട്ട് ജയകൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ദർശന സമയത്തിന് മാറ്റം വന്നല്ലോ, അപ്പോൾ ഉച്ചപൂജയുടെ അതായത് 11:30 മണിയുടെ നേദ്യ സമയത്തിന് മാറ്റം ഉണ്ടോ? 11:30 തൊട്ട് 12:30 വരെയാണല്ലോ നിവേദ്യവും പൂജയും. ആ സമയത്തിന് മാറ്റമുണ്ടോ? അതുപോലെ സീനിയർ സിറ്റിസൻ്റെ ദർശന സമയം കൂടി പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, ഈ പൂജയുടെ സമയത്തിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കൂടുതൽ ആളുകൾ തൊഴുക?
അപ്പോൾ കൂടുതൽ ആളുകളെ തൊഴിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ദർശന സമയത്തിന് മാറ്റം വരുത്തിയത് എന്നാണ് എൻ്റെ അറിവ്. ഇന്നത്തെ ദിവസം തുടങ്ങിയാണ് അത്, അതായത് അല്ല, ഇന്നത്തെ ദിവസം എന്നല്ല, 1-ാം തീയതി തുടങ്ങിയാണ് അതിൻ്റെ മാറ്റം, പുനഃക്രമീകരിച്ച സമയം നടപ്പിലാക്കുന്നത്. തുലാമാസം 1-ാം തീയതി തൊട്ടാണ് പുനഃക്രമീകരിച്ച സമയം നിലവിൽ വരുന്നത്. അപ്പോൾ ഉച്ചപൂജയുടെ നിവേദ്യ സമയവും അതുപോലെ തന്നെ അതിൻ്റെ പൂജയുടെ സമയവും ഒക്കെ ആയിട്ട് 11:30 മുതൽ 12:30 വരെ തന്നെയാണ് അടവ് വരുന്നത്. 12:30-ക്ക് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ 3 മണി വരെ ദർശന സമയം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ഇനി സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം വരുന്നത് നിലവിലുള്ള സമയത്ത് തന്നെയാണ്. മാറ്റം വരുത്തിയതായിട്ട് ദേവസ്വത്തിൻ്റെ അറിയിപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ. മാറ്റം വരുത്തുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. ഇപ്പോൾ രാവിലെ 5 മണി തൊട്ട് 7:30 മണി വരെയും വൈകുന്നേരം നട തുറക്കുന്നത് തൊട്ട് 6 മണി വരെയുമാണ് ദർശന സൗകര്യം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് അഴൽ വഴിപാടിനെ പറ്റിയൊരു വീഡിയോ ചെയ്യുമോ എന്ന് ബിന്ദു എസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ എടത്തരികത്തുകാവിൽ അമ്മയ്ക്കാണ് അഴൽ വഴിപാട് ചെയ്യുന്നത്. ഭക്തരുടെ ദുഃഖം അകറ്റി, അഴലുകൾ അകറ്റി സന്തോഷമാകുന്ന അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അഴൽ വഴിപാട് നടക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ അത്താഴപൂജയും തൃപ്പുകയും കഴിഞ്ഞ് നട അടച്ചതിന് ശേഷമാണ് ഭഗവതി അമ്മയ്ക്ക് അഴൽ നിവേദ്യം ഉള്ളത്. വെള്ളരിയും നാളികേരവും അഗ്നിയും ചേർത്താണ് ഭഗവതി അമ്മയ്ക്ക് നേദിക്കുന്നത്. അതിനെയാണ് അഴൽ എന്ന് പറയുന്നത്. വെള്ളരി എന്ന് പറഞ്ഞാൽ വെളുത്ത അരിയും നാളികേരവും അഗ്നി എങ്ങനെയാണ് നേദിക്കുക എന്ന് ചോദിച്ചാൽ വാഴയുടെ ആ ഒരു തണ്ടിൽ എന്താ പറയുക കത്തിച്ചിട്ട് അതിൻ്റെ ആ ഒരു അഗ്നി തന്നെയാണ് ഭഗവതി അമ്മയ്ക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത്. ഇത് കണ്ട് തൊഴുത് തിരിഞ്ഞു നോക്കാതെ പോകണം എന്നാണ് അതിൻ്റെ ഒരു ചടങ്ങുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് അഴലിന് ഷീട്ടാക്കാൻ 30 രൂപയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഷീട്ടാക്കാനും സാധിക്കും. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടില്ല, അടുത്ത വീഡിയോയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി എൻ്റെ വകയുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: ഗുരുവായൂരപ്പനെ ഒറ്റ നമസ്കാരം കൊണ്ട് തന്നെ മുക്തി നേടാൻ സാധിച്ച ഭക്തൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമസ്കാരത്തിലൂടെ മുക്തി നേടി എന്ന കഥ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുൻപ്. അപ്പോൾ അദ്ദേഹം ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഇനി ഇന്നത്തെ കഥയിലേക്ക്. ഞാൻ ഇതുവരെ അനുസ്മരിക്കാത്ത കഥ കേട്ടോ ഇന്ന് അനുസ്മരിക്കണത്. അത് വേറെ ഒന്നുമല്ല, ദേവകി ദേവിയുടെയും വസുദേവരുടെയും കഥയാണ്. ഈ ദേവകി ദേവിക്ക് യശോദമ്മയുടെ അത്ര തന്നെ പുത്രനെ വാത്സല്യപൂർവ്വം സമീപിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൊഞ്ചിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ യശോദമ്മയുടെ അടുത്താണ് ഉണ്ണികൃഷ്ണൻ്റെ എല്ലാ വികൃതികളും കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യശോദമ്മയ്ക്ക് എന്തൊരു വാത്സല്യമായിരുന്നു അല്ലേ ഉണ്ണിയോട്. ഈ ഉണ്ണികൃഷ്ണനുണ്ടല്ലോ അന്നെന്നല്ല ഇന്ന് പോലും ഉണ്ണികൃഷ്ണനായിട്ടിരിക്കാനാണ് ഇഷ്ടം. അപ്പം പിന്നെ അന്നത്തെ കാര്യം പറയാനില്ലല്ലോ. എന്നാൽ എന്തുകൊണ്ടാണ് ദേവകി ദേവിക്ക് യശോദമ്മയുടെ അത്ര വാത്സല്യം പ്രകടിപ്പിക്കാൻ സാധിക്കാഞ്ഞെന്നറിയോ? യശോദമ്മയ്ക്ക് എപ്പോഴും ഉണ്ണിയാണ്. ജനിച്ചപ്പോൾ മുതലുള്ള വികൃതികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദേവകിക്കോ ഇപ്പോഴും ഈശ്വരനാണ് തൻ്റെ പുത്രൻ എന്നുള്ളത് അറിയാമായിരുന്നു. അപ്പോൾ ഇത്തിരി ഒരു ഡിസ്റ്റൻസ് ഉണ്ടോ എന്നൊരു സംശയം. ഡിസ്റ്റൻസ് അല്ല കേട്ടോ അത്. പുത്രൻ എന്ന ഭാവത്തിന് ഒപ്പം തന്നെ ഈശ്വരൻ എന്നൊരു ഭാവം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര അങ്ങടെ വാത്സല്യപൂർവ്വമായിരുന്നില്ല സമീപനം. എന്നാൽ പോലും യശോദമ്മയിലൂടെയും മറ്റ് ആളുകളിൽ നിന്നുമൊക്കെ ഉണ്ണികൃഷ്ണൻ്റെ ഓരോ ലീലകളും ചോദിച്ചും കേട്ടും മനസ്സിലാക്കാൻ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ ദേവകിക്ക്. എൻ്റെ പുത്രൻ്റെ ആ ഒരു പഴയകാല ചരിത്രങ്ങളെല്ലാം ഓരോന്നായിട്ട് കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗുരുപുത്രനെ അങ്ങേ ലോകത്ത് നിന്ന് ഇങ്ങേ ലോകത്തേക്ക് കൊണ്ടുവന്ന കഥയൊക്കെ അറിയുന്നത് കേട്ടോ. ഇത് കേട്ട സമയത്ത് ഗുരുദക്ഷിണയായിട്ട് മരിച്ചുപോയ പുത്രനെ കൊണ്ടുവന്ന് കൊടുത്ത എൻ്റെ ഉണ്ണിക്ക് എനിക്കും കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ 6 ഉണ്ണികൾ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാവുക തന്നെ ചെയ്യും ഇല്ലേ എന്നൊരു തോന്നല് വന്നു അത്രേ ഈ ദേവകി അമ്മയ്ക്ക്. ഇത് മനസ്സിലാക്കിയ ആ രാമകൃഷ്ണന്മാർ എന്താ ചെയ്തതെന്നറിയോ? യോഗമായയുടെ പ്രഭാവം കൊണ്ട് ഈ ഉണ്ണികൾ എവിടെയാണുള്ളതെന്ന് അന്വേഷിച്ചു. ആരാണ് ആ 6 പുത്രന്മാരെന്നറിയോ? സ്വയംഭുവ മന്വന്തരത്തിൽ മരീചി മഹർഷിയുടെ പുത്രന്മാരായിരുന്ന അവർ ബ്രഹ്മദേവനെയും സരസ്വതി ദേവിയെയും നന്നായിട്ട് പരിഹസിച്ചു. അതിൻ്റെ ഫലമായിട്ട് ബ്രഹ്മദേവന്റെ ശാപമേറ്റിട്ട് അവരെ അസുരന്മാരായി ജനിച്ചു. ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായിട്ടാണത്രേ അവർ ജനിച്ചത്.
അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രഹ്ലാദൻ്റെ സഹോദരന്മാരായിരിക്കും അല്ലേ. എന്തായാലും അവിടെ നിന്നുള്ള ആ ജന്മം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ ജനിച്ചത് ദേവകിയുടെ 6 പുത്രന്മാരായിട്ടായിരുന്നു. അവരിപ്പോൾ ഉള്ളത് എവിടെയാണ്? മഹാബലിയുടെ സുതലത്തിലാണുള്ളത്. അങ്ങനെ ഇവരെ സുതലത്തിലേക്ക് യാത്ര പുറപ്പെടുകയും മഹാബലി വേണ്ട വിധം ആതിഥ്യ മര്യാദകളോടുകൂടി ഭഗവാന്മാരെ, രാമകൃഷ്ണന്മാരെ സ്വീകരിച്ചിരുത്തുകയും ആഗമനോദ്ദേശം അറിയിച്ച അവരുടെ മുമ്പിലേക്ക് ഈ 6 പുത്രന്മാരെ നൽകുകയും ചെയ്തു. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ഈ 6 പുത്രന്മാരെയും കൊണ്ടുവന്ന് കൊടുത്തു അത്രേ ഭഗവാൻ കൃഷ്ണൻ. ഈ സമയത്ത് യശോദമ്മയ്ക്ക് പാല് കൊടുക്കാൻ വൈകിത്രേ ഈ 6 കുട്ടികൾക്കും. 6 കുട്ടികളെയും കണ്ടപ്പോൾ മാതൃവാത്സല്യം അത്രയധികം വന്ന അമ്മയ്ക്ക് ഈ 6 പേരെയും മടിയിൽ ഇരുത്തി പാല് കൊടുക്കാൻ സാധിച്ചു. ഗുരുവായൂരപ്പൻ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ പാനം ചെയ്തിട്ടുള്ള ആ ഒരു പാലിൻ്റെ ബാക്കി അത് എപ്പോഴും എന്താ പറയുക, ഭഗവാന്റെ പ്രസാദമാണ് അല്ലേ. ഭഗവാന്റെ പ്രസാദം കഴിച്ചതുകൊണ്ടും മാത്രമല്ല, ഭഗവാന്റെ ആ ഒരു സാമീപ്യം കൊണ്ടും ഇവരെ 6 പേർക്ക് മുക്തി ലഭിച്ച് അങ്ങേ ലോകത്തേക്ക് എത്തി എന്നുള്ളതാണ് കഥ. ഈ കഥ ഇതുവരെ നമ്മൾ അനുസ്മരിച്ചിട്ടില്ല അല്ലേ. എന്തായാലും ഭഗവാനെ വിചാരിച്ചാൽ, ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാനാൽ സാധ്യമല്ലാത്തതൊന്നും തന്നെ ഇല്ല. നമുക്ക് അനേകം പ്രശ്നങ്ങളും അനേകം പ്രാരബ്ധങ്ങളും ഉള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ. എന്നാൽ ഈ പ്രാരബ്ധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ആചാര്യൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഇടയായിട്ടോ. അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയാം, നമുക്കൊരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ ഇന്ന് ഓഫീസിൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അയ്യോ എൻ്റെ പെൻഡിങ് വർക്കുകളുണ്ട്. ഞാനാണെങ്കിൽ ചിന്തിക്കുക, ഇന്നലെ ഞാൻ ബാക്കി വെച്ച കുറേ പണികൾ ഇന്ന് ചെയ്ത് തീർക്കാനുണ്ട്. കുട്ടികളുടെ ആ കാര്യങ്ങൾ ശരിയായിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ ശരിയായിട്ടുണ്ടോ, 100 കൂട്ടം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട് അല്ലേ. കുറേ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അല്ലേ. അവരെന്നെ കുറിച്ച് ഇങ്ങനെയാണോ ചിന്തിച്ചത്, ഇവരെന്നെ കുറിച്ച് ഇങ്ങനെയാണോ പറഞ്ഞത്, ഇനി ഞാൻ എന്താ ചെയ്യുക എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്കും വരാറില്ലേ. ഇങ്ങനെയുള്ള എല്ലാ ചിന്താഭാരങ്ങളും നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചാലുണ്ടല്ലോ വളരെ മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം എന്നാണ് ആചാര്യൻ പറയുന്നത്. ഈ കഥയിലൂടെ എനിക്കും തോന്നാറുണ്ട് കേട്ടോ. ഉണ്ണികൃഷ്ണൻ വിചാരിച്ചാൽ അസാധ്യമായ ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചോളൂ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതെല്ലാം തീർത്ത് നമുക്കുണ്ടല്ലോ സമാധാനം തരും. നമ്മൾ എന്തിനാ ജീവിക്കണേ? സമാധാനം കിട്ടാൻ തന്നെയാണ് ജീവിക്കണേന്നാണ് എനിക്ക് തോന്നാറുള്ളത്. സമാധാനം തരാൻ മറ്റാർക്കും സാധിക്കില്ല, ശ്രീ ഗുരുവായൂരപ്പന് തന്നെ സാധിക്കുള്ളൂ. പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ സന്തോഷം നിന്റെ കയ്യിലാണ്, നീ സന്തോഷിക്കണമെന്ന് നീ തീരുമാനിക്കണം എന്ന്. എല്ലാ സ്ഥലത്തും ഒന്നും അത് അപ്ലിക്കബിൾ അല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, പുത്രനെ നഷ്ടപ്പെട്ട ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് അമ്മയുടെ സമാധാനം അമ്മയിൽ കണ്ടെത്താൻ സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. നമുക്ക് മക്കളെ കൊണ്ട് വരുന്ന സങ്കടങ്ങൾ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്ത് സങ്കടങ്ങളാണെങ്കിലും അതിനൊരു പരിഹാരം കാണാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ, ആ ഏറ്റവും വലിയ ദുഃഖത്തിനെ പോലും വളരെ നിർമ്മലമാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പൂന്താനത്തിൻ്റെ കഥ തന്നെ അതിന് വലിയ ഉദാഹരണമാണ് അല്ലേ. സന്തോഷമായിട്ടിരിക്കാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.